എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. അപ്പോൾ സഹകരണ ബാങ്കുകളിലേക്ക് പുതിയ വിജ്ഞാപനം വന്നു അല്ലേ? അപ്പോൾ ക്ലർക്ക്, കാഷ്യർ പരീക്ഷകൾ മാത്രമല്ല വിളിച്ചിരിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് 10/2025 എന്ന കാറ്റഗറി നമ്പറിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ. അപ്പോൾ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിലേക്ക് ഇപ്പോൾ വന്ന നോട്ടിഫിക്കേഷനിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. 10/2025 എന്ന കാറ്റഗറി നമ്പറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വിജ്ഞാപനം വന്നത് 25/3/2025 ഇത് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 30/4/2025 അതായത് ഏപ്രിൽ 30 വരെ നിങ്ങൾക്ക് ഇപ്പോൾ വന്ന കോപ്പറേറ്റീവ് ബാങ്കിന്റെ എല്ലാ തസ്തികകളിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ പല വിഭാഗത്തിലേക്കും വന്നിട്ടുണ്ട്. ജനറൽ കാറ്റഗറി വന്നിട്ടുണ്ട്, ഭിന്നശേഷി വിഭാഗത്തിൽ വന്നിട്ടുണ്ട്, SC ST വിഭാഗത്തിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെട്ടതാണ് എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു യോഗ്യതയുണ്ട് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ വെബ്സൈറ്റിൽ കയറി നോക്കുക. അപ്പോൾ വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.keralacseb.kerala.gov.in. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ചോടെ അത് ഒന്ന് പിൻ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ ആ ഒരു വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ വിഭാഗത്തിലാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററെ വിളിച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കാം, 10/2025 എന്ന കാറ്റഗറി നമ്പറിലാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം. അപ്പോൾ എനി ഡിഗ്രിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിലെ ഡാറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഡാറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ് വേണം. അതിനോടൊപ്പം തന്നെ ഒരു അംഗീകൃത സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി തസ്തികയിൽ ജോലി ചെയ്ത 1 വർഷത്തെ പ്രവൃത്തി പരിചയം. അപ്പോൾ 1 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കൂടി ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നല്ലൊരു പാക്കേജാണ് ഇവിടെ പറയുന്നത്. 46,000 രൂപ വരെ സ്കെയിൽ ഓഫ് പേ പറയുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പോസ്റ്റ് തന്നെയാണ്. അത്യാവശ്യം എല്ലാ പ്രാവശ്യവും വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പോസ്റ്റും കൂടിയാണ് ഈ ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ താഴെയായിട്ട് ഡാറ്റ എൻട്രിക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള കുറച്ച് കോഴ്സുകളെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, താഴെ പറയുന്ന യോഗ്യതകൾ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ സർട്ടിഫിക്കറ്റ് പകരമായി ഈക്വലൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ട് എങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു 23 കോഴ്സുകൾ കൂടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടെ വന്നിട്ടുണ്ട്. കണ്ടോ, അപ്പം നിങ്ങൾ DCP ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതേതാണ് കണ്ടോ, VHSC ഓഫീസ് സെക്രട്ടറിഷിപ്പ് പഠിച്ചവരൊക്കെയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക, വായിക്കുക. ഈ 23 കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് നോക്കാം. ഇതിനോടൊപ്പം തന്നെ സിലബസ് പറഞ്ഞിട്ടുണ്ട്. 80 മാർക്കിനാണ് ഇവിടെ ഒരു എക്സാം എന്ന് പറയുന്നത്. ബാക്കി 20 മാർക്ക് നമ്മൾ സാധാരണ പോലെ തന്നെ ഇന്റർവ്യൂ ആയിരിക്കും. 80 മാർക്കിൻ്റെയാണ് ഒരു ചോദ്യത്തിന് 1/2 മാർക്ക് വീതം. അങ്ങനെ 160 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. പിന്നെ എന്താണ്, ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. സാധാരണ ക്ലർക്ക്, കാഷ്യർ ഒക്കെ മലയാളത്തിൽ ഇംഗ്ലീഷിൽ ഉണ്ടാവാറില്ലേ? എന്നാൽ ഇവിടെ മലയാളത്തിൽ ഉണ്ടാവില്ല, ഇംഗ്ലീഷിൽ മാത്രമാണ്. അപ്പോൾ നമുക്ക് സിലബസ് ഒക്കെ ഒന്ന് നോക്കാം. ആദ്യം വരുന്നത് 30 മാർക്കോളം വരുന്നത് എന്താണ്, ജനറൽ നോളേജ് ആണ്. ജനറൽ നോളേജ് എന്ന് പറയുമ്പോൾ വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കോണമി, അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രി, സയൻസ്, പിന്നെന്താണ് കോർപ്പറേഷൻ, കൺട്രീസ്, ക്യാപിറ്റൽ, കറൻസി. സാധാരണ ക്ലർക്ക്, കാഷ്യറിനൊക്കെ ചോദിക്കുന്ന അതേ ടോപ്പിക്കുകളൊക്കെ തന്നെയാണ് ഇവിടെ GKയിൽ പറഞ്ഞിരിക്കുന്നത്. 60 ചോദ്യങ്ങളാണ് 30 മാർക്കിന്. അതേപോലെ തന്നെ സെക്കൻഡ് പാർട്ടിൽ വരുന്നത് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്, വിവിധതരം കമ്പ്യൂട്ടറുകൾ, അതേപോലെ തന്നെ ഹിസ്റ്ററി, പിന്നെന്താണ് ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, ആ ഒരു ജനറേഷൻസ് അല്ലേ, കമ്പ്യൂട്ടറിൻ്റെ 4 ജനറേഷൻസ്, പിന്നെ ഇന്ത്യയിലുള്ള കമ്പ്യൂട്ടറുകൾ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 10 മാർക്കാണ് അവിടെ നിന്ന്. ദെൻ ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, സ്ട്രക്ചർ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, നെറ്റ്വർക്കിംഗ്, ഇന്റർനെറ്റ്, ഇമെയിൽ, 20 ചോദ്യങ്ങളാണ് 10 മാർക്ക്.
അടുത്തത് MS ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് വേർഡ്, എക്സൽ, പവർ പോയിന്റ്. ഇത് മൂന്നും നമുക്ക് പഠിക്കാനുണ്ട്. 20 ചോദ്യങ്ങൾ വീതമാണ്. 3 വിഭാഗത്തിൽ നിന്നും വരുന്നത് 10 മാർക്ക് വീതം. അങ്ങനെ 160 ചോദ്യങ്ങൾ 80 മാർക്കിന്റെ പരീക്ഷയാണ്. 160 ചോദ്യങ്ങൾ 80 മാർക്കിന്റെ പരീക്ഷയാണ് വരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. കാരണം ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള പലരും കേരള PSC നടത്തുന്ന ടൈപ്പിസ്റ്റോ, സ്റ്റെനോഗ്രാഫർ, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഇങ്ങനെയുള്ള പരീക്ഷകളൊക്കെ എഴുതുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അവിടെയൊക്കെ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്കൊക്കെ ഉണ്ട്. നമുക്ക് എക്സലും പവർ പോയിന്റും വേർഡും ഒക്കെ നമുക്ക് പഠിക്കാനുള്ളത് തന്നെയാണ് കേരള PSC നടത്തുന്ന പരീക്ഷകൾക്കും. അപ്പോൾ അതൊക്കെ എഴുതിയവരാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പരീക്ഷയ്ക്കും തയ്യാറെടുക്കാം. അപ്പം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വെബ്സൈറ്റ് കയറി നോക്കുക, ഏതൊക്കെ കാറ്റഗറിയിലാണ് വേക്കൻസി ഉള്ളത്, അതേപോലെ തന്നെ എന്താണ് ഇക്വാലൻസി കോഴ്സുകൾ ഏതൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്യുക. ഡാറ്റ എൻട്രി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് എങ്ങനെയൊക്കെ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും അല്ലേ. അതിനു വേണ്ടിയിട്ട് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രീ വെബിനാറിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രീ സ്റ്റഡി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫ്രീ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ ലിങ്കും ഈ ഒരു വീഡിയോയുടെ താഴെ ഉണ്ടാവും. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ മറക്കണ്ട, നല്ലൊരു അവസരമാണ്. ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് നിങ്ങൾക്ക് 1 വർഷത്തെ പ്രവൃത്തി പരിചയവും അതേപോലെ തന്നെ ഡാറ്റ എൻട്രി സർട്ടിഫിക്കറ്റും, അതിൽ ഞാൻ പറഞ്ഞു 23 ഇക്വാലൻസി കോഴ്സുകളുണ്ട്. അത് നിങ്ങൾ വെബ്സൈറ്റിൽ കയറി സെർച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. പല വിഭാഗത്തിൽപ്പെട്ടവർക്ക്, അതായത് ഭിന്നശേഷി വിഭാഗത്തിലും ജനറൽ കാറ്റഗറിയിലും അതേപോലെ തന്നെ SC ST വിഭാഗത്തിലൊക്കെ ഒഴിവുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ സെർച്ച് ചെയ്ത് നോക്കുക. kerala.cseb.kerala.gov.in ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. അതിൽ കയറി നിങ്ങൾ നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കുക. ഈ വരുന്ന ഏപ്രിൽ 30-ാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പം മടി പിടിച്ചിരിക്കരുത്, നല്ല അവസരങ്ങളാണ് മുന്നിലുള്ളത്. അപേക്ഷ സമർപ്പിക്കുക, പഠിച്ചു തുടങ്ങുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്